ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA അല്പം മുമ്പ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണം നേരത്തെ മുതലുണ്ടെങ്കിലും ഒഫീഷ്യലായിട്ട് പത്രക്കാരെ വിളിച്ചുകൂട്ടി PV അൻവർ ഇപ്പോൾ അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. ADGP അജിത് കുമാറിനെതിരായിട്ട് വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള ഒരു റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ വിളിച്ചു പറയുന്നു PV അൻവർ. ഏതായാലും ഒരു വിജിലൻസ് എൻക്വയറി സ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും MR അജിത് കുമാറിൻ്റെ ഇന്ന കാര്യം മാത്രം വിജിലൻസ് അന്വേഷണം നടത്തിയാൽ മതി എന്നൊരു ഉത്തരവിടാനായിട്ട് ഗവൺമെന്റിന് കഴിയില്ല. ഡിസ്പ്രൊപ്പോർഷനേറ്റ് അസറ്റ് അത് PC ആക്ടിന്റെ പരിധിയിൽ വരുന്ന സെക്ഷന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ സർവീസിൽ കയറി അന്ന് മുതൽ ഇന്ന് വരെ എവിടൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, എവിടൊക്കെ താമസിച്ചിട്ടുണ്ട്, എവിടെ നിന്നൊക്കെ പണം വന്നിട്ടുണ്ട്, എങ്ങോട്ട് പണം പോയിട്ടുണ്ട്, വസ്തുക്കൾ എവിടെയൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്, വിദേശയാത്ര എവിടെയൊക്കെ പോയി, അതിൻ്റെ പർപ്പസ് എന്ത്, അവിടെയുള്ള പണം ചിലവാക്കിയിരിക്കുന്നത് എങ്ങനെ, ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടോ, സൂപ്പർ ടാക്സ് കൊടുക്കുന്നുണ്ടോ, ഈ സ്ഥലക്കച്ചവടത്തിൽ വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുന്നതിൻ്റെ കൃത്യമായ ടാക്സ് രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തിട്ടുണ്ടോ, അത് വില കുറച്ച് കാണിച്ചിട്ടുണ്ടോ, നിരന്തരമായ ചോദ്യോത്തരങ്ങളുണ്ടാവും. ഇവിടെ ഇപ്പം വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം 3-4 ആരോപണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് വിജിലൻസിനെ ഗവൺമെന്റിനെ അന്വേഷിക്കാതെ പിന്മാറാൻ കഴിയില്ല. ഒന്ന്, 2016 ഇലക്ഷന് മുമ്പ് 2.5 മാസം മുമ്പ് ഈ ഗവൺമെന്റ് ആദ്യം അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് സോളാർ കേസിലെ കൈക്കൂലി വാങ്ങിച്ച് പണത്തിൽ നിന്നാണ് 33,80,000 രൂപയ്ക്ക് കവടിയാറിലെ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നത്. ആ ഫ്ലാറ്റ് ഇപ്പോഴും അവിടെ ഉണ്ട്. ആ ഫ്ലാറ്റ് 2016 ഫെബ്രുവരി 19-നായിരുന്നു. ആ പണം കൈക്കൂലിയുടെ പണം തന്നെ എന്നാണ് PV അൻവർ. എന്തായാലും അത് വെളിച്ചത്തായ സ്ഥിതിക്ക് ആ പണത്തിൻ്റെ സോഴ്സ് വെളിപ്പെടുത്താൻ ADGP ബാധ്യസ്ഥനാണ്. 2016 ഫെബ്രുവരി 19 വാങ്ങിയ ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞപ്പം 2016 ഫെബ്രുവരി 29 അത് 65 ലക്ഷം രൂപയ്ക്ക് വിറ്റു. 10 ദിവസം കൊണ്ട് ഏകദേശം ഇരട്ടി പണം വന്നു ചേർന്നു. 6 ഫ്ലാറ്റ് വാങ്ങിച്ചു. ആ ഫ്ലാറ്റിൻ്റെ അന്നത്തെ വില എന്ത്, 33,80 ലക്ഷം രൂപയ്ക്ക് കൊടുത്തതാര്, അതെങ്ങനെ 10 ദിവസം കൊണ്ട് ഇത്ര വിലയ്ക്ക് വിൽക്കാൻ സാധിച്ചു? അപ്പം അതിനെ ഇടനിലക്കാരും അടുത്ത കൈക്കൂലിക്കാരും കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് PV അൻവർ ഇപ്പം മുന്നോട്ട് വെച്ച ഒരാരോപണം. അത് സ്വല്പം കടുത്ത ആരോപണം തന്നെയാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ എവിടെ നടത്തി, ആരാണ് 65 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചത്, ആ ഫ്ലാറ്റിൽ ഇപ്പോൾ ആര് താമസിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹമായിട്ട് ഇതുവരെ ബന്ധപ്പെട്ട വലിയ ആരോപണത്തിൽ ആരെങ്കിലും ആണോ ആ ഫ്ലാറ്റ് കൊടുത്തത്, ആരെങ്കിലും ആണോ ആ ഫ്ലാറ്റ് വാങ്ങിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി വെളിച്ചത്തിലോട്ട് വരും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലെ 3 പ്രോപ്പർട്ടി ഇദ്ദേഹത്തിനുണ്ടെന്ന്. നഗരത്തിലെ പ്രോപ്പർട്ടി എന്തായാലും ശരി കോടിക്കണക്കിന് രൂപ വില വരുന്നതാണ്. അപ്പൊ അത്ര ഇപ്പം വെളിപ്പെട്ട് ഇതൊക്കെ ഡോക്യുമെന്റ് ഉള്ളതാണ്, അത് മറച്ചു വെക്കാൻ കഴിയില്ല. അതിന് കൃത്യമായ അതിൻ്റെ വരവ് കണക്കാക്കിയിട്ടുണ്ടോ, അതിൻ്റെ ചെലവ് കണക്കാക്കിയിട്ടുണ്ടോ, അതിനകത്ത് ടാക്സ് കൊടുത്തിട്ടുണ്ടോ, പ്രോപ്പർട്ടി ടാക്സ് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ, കൂടാതെ ഈ പണം വന്നപ്പോൾ അത് എവിടെ വിനിയോഗിച്ചു, ആ പണത്തിൻ്റെ ഇൻട്രസ്റ്റ് എത്ര കിട്ടി, അത് നമ്മൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കേന്ദ്രത്തിലായാലും സംസ്ഥാന ഗവൺമെന്റിലായാലും ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. എല്ലാ വർഷവും പ്രോപ്പർട്ടി അസസ്മെന്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിട്ടേൺ കൊടുക്കണം ഗവൺമെന്റിൽ. ഒരു വസ്തു വാങ്ങിച്ചില്ലെങ്കിൽ ശരി നീൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. എല്ലാ വർഷവും കൃത്യമായിട്ടുണ്ടായ വരവ് ചെലവ് കണക്കുകൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ബോധിപ്പിക്കാൻ ബാധ്യസ്ഥനാണ്.
അങ്ങനെ പലരും അത് ബോധിപ്പിക്കാതെ സർക്കാർ സർവീസ് ധാരാളം ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അവരൊരു പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റും കൊടുക്കൂല. അതിനകത്ത് വാങ്ങിച്ച വസ്തുവിന്റെ വിവരങ്ങളും കൊടുക്കൂല. ഇങ്ങനെ ഇതൊന്നും കൊടുക്കാതെ ജീവിക്കുന്ന ധാരാളം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കേന്ദ്രത്തിലും നമ്മുടെ സംസ്ഥാനത്തും ഉണ്ട്. ഒരു വിജിലൻസ് എൻക്വയറിയായിട്ട് പെട്ടുപോയി കഴിഞ്ഞെങ്കിൽ അന്നേരം മാത്രമാണ് ഈ പ്രോപ്പർട്ടി ടാക്സിന്റെ കാര്യം അവർ വെളിപ്പെടുത്താൻ ബാധ്യസ്ഥരാണെന്ന് മനസ്സിലാക്കുകയുള്ളൂ. രണ്ടാമത്, വെളിപ്പെടുത്താതെ പോയ പ്രോപ്പർട്ടി വാങ്ങലും കൊടുക്കലും ഒക്കെ എത്ര നടത്തി, അതൊന്നും കണക്കില്ല, ബിനാമി ആയിരിക്കും എന്ന് പറഞ്ഞാലും അതിൻ്റെ ചില പണങ്ങൾ ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ കൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പം 3 ഫ്ലാറ്റുകൾ തിരുവനന്തപുരത്ത് 3 വീടുകൾ ഉണ്ട്. 4 വീടിന്റെ കണക്ക് പറഞ്ഞിരിക്കുന്നു. അജിത് കുമാർ ഈ 2015 മുതൽ ഏകദേശം 20ഓളം വിദേശയാത്ര നടത്തിയെന്ന് പറയുന്നു. അത് ഏത് രാജ്യത്തിൽ പോയി, സർക്കാരിന്റെ അനുവാദത്തോടെ ആണോ പോകുന്നത്, ഏതൊക്കെ രാജ്യങ്ങൾ സഞ്ചരിച്ചു, ആ പോയ സ്ഥലത്തിന്റെ ഉദ്ദേശം എന്ത്, കൂടെ ആരുണ്ട്, ഭാര്യയും മക്കളും ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. ആ പോയ സ്ഥലങ്ങളുടെ ചെലവ്, അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ പോയാൽ അതിന്റെ ഫ്ലൈറ്റ് ചാർജ്, അത് സ്പോൺസർ ചെയ്തത്, അതിന്റെ വിസ കാര്യങ്ങൾ, ആ വിസ ആര് സ്പോൺസർ ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള 100 നൂലാമാലകൾ ഒന്നിനു പുറകെ ഒന്നായി ഒരു വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു സർക്കാർ നിർദ്ദേശം വന്നാൽ പെട്ടുപോയത് തന്നെ. കാരണം അക്കൗണ്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ്. ഇതിന്റെ സോഴ്സ് 33 ലക്ഷം രൂപയുടെ സോഴ്സ്, അദ്ദേഹത്തിന് ശമ്പളം നല്ല രീതിയിൽ ഒരു ക്ലാസ് 1 ഓഫീസറുടെ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ ഇക്വലന്റ് ആയ ശമ്പളം ഉണ്ടെങ്കിലും അവരുടെ ചെലവും അവരുടെ മക്കളുടെ പഠിത്തവും അതിനുള്ള പണം കൊടുപ്പും എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഇത്രയും പണം സ്വരൂപിക്കാൻ കഴിയുമോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്? മറ്റു മാർഗത്തിൽ കൂടെ അല്ലാതെ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ വിജിലൻസ് അന്വേഷണത്തിലെ ADGP പെട്ടുപോകും എന്ന് ഞാൻ കരുതുന്നു. കാരണം അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ കണക്ക് കൃത്യമായി അദ്ദേഹത്തിന് ബോധിപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇങ്ങനെ ക്രയവിക്രയങ്ങൾ നടത്തുമ്പം അത് സർക്കാരിനെ ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ടോ, അതൊരു മിസ്കോണ്ടക്റ്റ് ആണ്. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾക്ക് അറിയേണ്ടി വരും. പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിനകത്ത് ഈ വാങ്ങലും കൊടുക്കലും ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഗുരുതരമായ കുറ്റം തന്നെയാണ്. രണ്ടാമത്, ഇത് ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്, അവരും ഇദ്ദേഹം തമ്മിലുള്ള ബന്ധം എന്ത്, അതൊരു രാഷ്ട്രീയ ബന്ധമാണോ അതോ ഒരു മണി ലോണ്ടറിങ് ബന്ധമാണോ, അതൊക്കെ ഇനി ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും. മറ്റു ചില അന്വേഷണം കൂടി ഇദ്ദേഹത്തിനെതിരായിട്ട് നടക്കുന്നത് മാമിയുടെ ഒരു കൊലപാതകവുമായിട്ടും അതുപോലെ അതിനടുത്തൊരു പയ്യനെ വെടിവെച്ച് കൊന്ന കേസുമായിട്ടും, അതിൻ്റെ കേസ് ഡിറ്റക്ഷനിലോട്ട് പോകാൻ ഇദ്ദേഹം സമ്മതിക്കുന്നില്ല, ഇദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് അതിൻ്റെ അന്വേഷണ മേലുദ്യോഗസ്ഥൻ ഇദ്ദേഹം അജിത് കുമാറുമായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഈ കൊട്ടാരത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന രമ്യ ഹർമ്മം, ആ സ്ഥലത്തിൻ്റെ പണം എവിടെ നിന്ന് കിട്ടി വാങ്ങാൻ, അതാരാണ് ഇപ്പം പണിയുന്നത്, ആ പണിയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി ഇദ്ദേഹമായിട്ടുള്ള ബന്ധം എന്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ധാരാളം ഇനി പുറത്തു വരാനുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിലോടുകൂടി ഈ വിജിലൻസ് കേസിനെ പറ്റി എന്തെങ്കിലും അദ്ദേഹം പറയുമോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത മണിക്കൂറിൽ തന്നെ അറിയാൻ സാധിക്കും.